നമസ്കാരം. 2026 നിയമസഭാ തിരഞ്ഞെടുപ്പിലേക്ക് നാം കടക്കുമ്പോൾ കോൺഗ്രസ് നേതൃത്വം വളരെ ബുദ്ധിപൂർവമായി വളരെ ആലോചിച്ച് ചില തീരുമാനങ്ങൾ അവരുടെ സ്ഥാനാർത്ഥി നിർണയത്തിൽ എടുക്കാൻ പോകുന്നു. വി.ഡി. സതീശൻ എന്ന പ്രതിപക്ഷ നേതാവ് പലതവണ അദ്ദേഹം പറഞ്ഞതുപോലെ UDF മുന്നണിയും അല്ലാതെ സ്ഥാനാർത്ഥി നിർണയവും നിങ്ങൾ കാണുന്നതിനപ്പുറം നല്ലൊരു രീതിയിൽ നാം കൊണ്ടുവരും. 2026 കോൺഗ്രസിന് ഒരു മികവാർന്ന വിജയം തനിക്ക് കൊണ്ടുവരാൻ കഴിയും, ഇല്ലെങ്കിൽ താൻ വനവാസത്തിന് പോകും എന്ന് അദ്ദേഹം പറഞ്ഞു എന്നുണ്ടെങ്കിൽ ചിലതൊക്കെ UDF നേതൃത്വവും കോൺഗ്രസും തീരുമാനിച്ചുറപ്പിച്ചു തന്നെയാണ്. അത്തരത്തിൽ കോൺഗ്രസ് എടുത്തിരിക്കുന്ന ഒരു വസ്തുത എന്തെന്നാൽ, ഇപ്പോൾ ഭരണത്തിലിരിക്കുന്ന CPM-ന്റെ അതായത് LDF-ലെ 6 മന്ത്രിമാരെ നിരുപാധികം തോൽപ്പിക്കുക അല്ലെങ്കിൽ തോൽപ്പിക്കാൻ കെൽപ്പുള്ള രീതിയിൽ സ്ഥാനാർത്ഥികളെ നിശ്ചയിക്കുക എന്നുള്ള ഒരു വലിയ വെല്ലുവിളിയാണ്, ഒരു ടാസ്ക് ആണ് കോൺഗ്രസ് നേതൃത്വം ഏറ്റെടുത്തിരിക്കുന്നത്. അതിൽ ഒന്ന് കൊട്ടാരക്കരയാണ്. കൊട്ടാരക്കര ഇപ്പോഴത്തെ ധനകാര്യമന്ത്രി ബാലഗോപാൽ 2021 10,000-ൽ പരം വോട്ടുകൾക്ക് അവിടുന്ന് വിജയിച്ചതാണ് കൊട്ടാരക്കര. അതിനു മുമ്പ് ഈ പറയുന്ന രീതിയിൽ ബാലകൃഷ്ണപിള്ള വിജയിച്ചു വന്ന സ്ഥലത്ത് ആയിഷ പോറ്റി എന്ന ഒരു സ്ത്രീ രത്നത്തെ CPM നിർത്തി അവർ പലതവണയായി വളരെ നല്ല മികവാർന്ന ഭൂരിപക്ഷത്തിൽ ഈ 2021 അവസാന തിരഞ്ഞെടുപ്പിൽ ബാലഗോപാൽ 10,000 നേടിയെങ്കിൽ അതിന് മുൻപ് നടന്ന തിരഞ്ഞെടുപ്പിൽ 2016 ആയിഷ പോറ്റി 40,000 വോട്ടുകൾക്കാണ് വിജയിച്ചത്. ആയിഷ പോറ്റിയോട് പാർട്ടി കാണിച്ചു കൊണ്ടിരിക്കുന്ന വളരെ നീചമായ പ്രവൃത്തികളിൽ അവർ ഇപ്പോൾ പാർട്ടിയുമായി അകന്നിരിക്കുന്നു. ഈ അകന്നിരിക്കുന്ന അവസ്ഥയിൽ ആയിഷ പോറ്റിയെ കോൺഗ്രസിലേക്ക് കൊണ്ടുവന്ന് അവരെ ബാലഗോപാലിനെതിരെ മത്സരിപ്പിക്കാനാണ് കോൺഗ്രസിന്റെ തീരുമാനം. അങ്ങനെയെങ്കിൽ കോൺഗ്രസ് പാർട്ടിക്ക് അവിടെ ഒരു വിജയം ഉറപ്പിക്കാനാകും, ബാലഗോപാലിനെ തോൽപ്പിക്കാനാകും. ഇത് കൊട്ടാരക്കരയാണെങ്കിൽ അടുത്തത് കോൺഗ്രസ് നേതൃത്വം മനസ്സിൽ കാണുന്ന സ്ഥലം കളമശ്ശേരിയാണ്. കളമശ്ശേരിയിൽ ഈ പറയുന്ന രീതിയിൽ വ്യവസായ മന്ത്രി P. രാജീവാണ് വിജയിച്ചിരിക്കുന്നത്. P. രാജീവ് കഴിഞ്ഞ തവണ ഇബ്രാഹിം കുഞ്ഞിന്റെ മകനെയാണ് തോൽപ്പിച്ചത്. പാലാരിവട്ടം പാലത്തിന്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ഇബ്രാഹിം കുഞ്ഞിന് ഒരു അഴിമതി കേസിൽ ആ പാലം പൊളിഞ്ഞതും മറ്റു കാര്യങ്ങളുമൊക്കെ വല്ലാതെ ബാധിച്ചിരിക്കുന്ന അവസ്ഥയിൽ കളമശ്ശേരിയിൽ P. രാജീവ് അദ്ദേഹത്തിൻ്റെ മകനെയാണ് തോൽപ്പിച്ചത്, അബ്ദുൾ റഷീദിനെ. അങ്ങനെ UDF-ന്റെ സ്ഥിരം സീറ്റായിരുന്ന, ലീഗിന്റെ സീറ്റായിരുന്ന ആ സീറ്റ് അവർക്ക് നഷ്ടമായി. ഇപ്പോൾ ലീഗിന് മറ്റൊരു സീറ്റ് എറണാകുളത്ത് തന്നെ നൽകിക്കൊണ്ട് കളമശ്ശേരി അവർക്ക് കിട്ടാനും എറണാകുളം DCC പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസിനെ ഇവിടെ മത്സരിപ്പിക്കാനുമാണ് കോൺഗ്രസ് നേതൃത്വം തീരുമാനിച്ചിരിക്കുന്നത്. മുഹമ്മദ് ഷിയാസ് യുവജനങ്ങൾക്കിടയിൽ ഈ പറയുന്ന കഴിഞ്ഞ 9 വർഷവും പിണറായി സർക്കാരിനെതിരെ സമര പ്രക്ഷോഭങ്ങൾക്ക് യുവജനങ്ങളെ നിരത്തിയ, ഏറ്റവും നല്ല രീതിയിൽ സമരങ്ങൾ നടത്തിയ ഷിയാസിനെ എറണാകുളത്ത് സ്ഥാനാർത്ഥിയാക്കാൻ കോൺഗ്രസ് കളമശ്ശേരിയിൽ സ്ഥാനാർത്ഥിയാക്കാൻ തീരുമാനിക്കുന്നു. ലീഗിന് സീറ്റ് കൈമാറി ഈ സീറ്റ് എടുക്കാൻ അവർക്ക് കോൺഗ്രസ് കൊണ്ടുവരാനാണ് ശ്രമിക്കുന്നത്. അങ്ങനെ വരുമ്പോൾ കഴിഞ്ഞ തവണ 2021 10,000 വോട്ടിന് വിജയിച്ച രാജീവിനെ നിഷ്പ്രയാസം ഷിയാസിന് തോൽപ്പിക്കാൻ കഴിയും എന്നാണ് അവർ കണക്ക് കൂട്ടുന്നത്. മൂന്നാമതായി അവർ കാണുന്നത് തൃത്താലയാണ്. തൃത്താല ഇപ്പോഴത്തെ മന്ത്രി MP രാജേഷാണ്. MP രാജേഷിന് ഇപ്പോൾ പാലക്കാട് ബ്രൂവറി വിഷയവുമായി ബന്ധപ്പെട്ട് വന്നിട്ടുള്ള അവമതിപ്പ് മുതലാക്കി VT ബൽറാമിനെ ഒരിക്കൽ കൂടി മത്സരിപ്പിക്കാനും കഴിഞ്ഞ തവണ തോറ്റതിന് പകരം വീട്ടാനും കോൺഗ്രസ് തീരുമാനിച്ചിട്ടുണ്ട്. അങ്ങനെ വരുമ്പോൾ മൂന്നാമത്തെ മന്ത്രിയായി അവർ ലക്ഷ്യം ഇടുന്നത് രാജീവിന് ശേഷം MP രാജേഷ് ആണ്. MP രാജേഷിന് പാർട്ടിക്കകത്തും വൻ അപമതിപ്പാണ് ഉള്ളത്. അടുത്തതായി ആറന്മുളയിലാണ്. ആറന്മുള പറയുന്ന മന്ത്രി വീണ ജോർജ് ആണ്. വീണ ജോർജ് ഈ നിരവധി വിഷയങ്ങളിൽ ഒരു മന്ത്രി എന്ന രീതിയിൽ, അതും ആരോഗ്യമന്ത്രി എന്ന രീതിയിൽ പൂർണ്ണ പരാജയമായിരിക്കുന്ന അവസ്ഥയിൽ അവരെ തോൽപ്പിക്കാനായി ഈ പറയുന്ന രീതിയിൽ ഉമ്മൻചാണ്ടിയുടെ മകൾ അച്ചു ഉമ്മനെ കൊണ്ടുവരാനും, ഇല്ലെന്നുണ്ടെങ്കിൽ വിജയ് ഇന്ദുചൂഡൻ എന്ന യുവ നേതാവിനെ കൊണ്ടുവരാനുമാണ് അവർ ആലോചിക്കുന്നത്, കോൺഗ്രസ് ആലോചിക്കുന്നത്. കഴിഞ്ഞ തവണ 2021 ശിവദാസൻ നായരെയാണ് വീണ ജോർജ് തോൽപ്പിച്ചത്. വീണ ജോർജിന് ഉണ്ടായിട്ടുള്ള അവമതിപ്പ് പരമാവധി മുതലെടുക്കാനും
അവരെ തോൽപ്പിക്കണമെന്ന നിശ്ചയദാർഢ്യത്തോടെ ഏതാണ്ട് ഉറപ്പായി അച്ചു ഉമ്മനെ തന്നെ നിർത്താനാണ് കോൺഗ്രസ് നേതൃത്വം തീരുമാനിച്ചിരിക്കുന്നത്, അത് നിശ്ചയിച്ചിരിക്കുന്നത്. ഇനി നമുക്ക് അടുത്തതായി പറയാനുള്ളത്, അഞ്ചാമതായി ഇരിങ്ങാലക്കുടയിൽ നിന്ന് വന്ന ആർ ബിന്ദു എന്ന നേതാവിൻ്റെ പരാജയങ്ങൾ, പൂർണ്ണമായി സംസാരത്തിലും പ്രവൃത്തിയിലുമുള്ള നിരവധി പൊട്ടത്തരങ്ങൾ നമ്മുടെ സമൂഹം കണ്ടതാണ്. ഒരു CPM മന്ത്രി എന്ന രീതിയിൽ ഈ കഴിഞ്ഞ പിണറായി മന്ത്രിസഭയിലെ പൂർണ്ണ പരാജയമായിരുന്ന ആർ ബിന്ദുവിനെതിരെ കോൺഗ്രസ് ഇത്തവണ സ്ഥാനാർത്ഥിയായി നിർത്തുന്നത് ഏതായാലും ഇരിങ്ങാലക്കുട ബിന്ദു പൂർണ്ണ പരാജയമായിരുന്നു. തോമസ് ഉണ്ണിയാടനായിരുന്നു ഉണ്ടായിരുന്നത്. ബിന്ദുവിനെതിരെ നിർത്തുന്നതിന് TN പ്രതാപനെയോ അല്ലെങ്കിൽ അവർ മറ്റൊരു ഏറ്റവും നല്ല കരുത്തുറ്റൊരു സ്ഥാനാർത്ഥിയെയോ കോൺഗ്രസ് കണ്ടെത്തും. ഇനി അടുത്തത് ആറാമതായി പറയാനുള്ളത് സജി ചെറിയാനെയാണ്. സജി ചെറിയാന്റെ വിടുവായുത്വം നിരവധി കണ്ടതാണ് നാം. അങ്ങനെ വന്നാൽ കാര്യങ്ങൾ സജി ചെറിയാനെ പാർട്ടിക്കകത്ത് പോലും ഒരു നിലനിൽപ്പില്ല. കേരളയിൽ സംബന്ധിച്ചുണ്ടായ വിവാദം, അല്ലാതെയുള്ള വിഡ്ഢിത്തരങ്ങൾ ആവർത്തിച്ചുള്ള അദ്ദേഹത്തിന്റെ വിടുവായുത്തരങ്ങൾ ഒക്കെ ചെങ്ങന്നൂര് ജനം മടുത്തിരിക്കുന്നു. അങ്ങനെ വരുമ്പോൾ സജി ചെറിയാനെതിരെ അബിൻ വർക്കിയെ നിർത്തണം എന്ന ഒരു ചിന്തയാണ് അവർക്കുള്ളത്. അങ്ങനെ നാം നോക്കുമ്പോൾ 5 മന്ത്രിമാരെ നാം തുടക്കം സംസാരിച്ചത് ബാലഗോപാലിനെയും തുടർന്ന് ഇങ്ങോട്ട് P രാജീവിനെ, പിന്നെ MP രാജേഷിനെ, വീണ ജോർജിനെ, ബിന്ദുവിനെ, സജി ചെറിയാനെ, ഇങ്ങനെ 6 പേരെ 6 CPM മന്ത്രിമാരെ തോൽപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ വളരെ മുൻകൂട്ടി വളരെ നല്ല രീതിയിലുള്ള സ്ഥാനാർത്ഥിത്വമാണ് കോൺഗ്രസ് മനസ്സിൽ കാണുന്നത്. അത്തരത്തിൽ ഇങ്ങനെ ഓരോ സ്ഥാനാർത്ഥിക്കെതിരെയും വളരെ കൃത്യമായ കണക്കൂട്ടലുകളോടെ VD സതീശനും ടീമും സ്ഥാനാർത്ഥികളെ നിശ്ചയിക്കുമെന്നുണ്ടെങ്കിൽ അവർ കരുതുന്ന പോലെ നല്ലൊരു ഭൂരിപക്ഷത്തിൽ കേരളത്തിൽ കോൺഗ്രസിന്റെ ഭരണം അവർക്ക് തിരികെ കൊണ്ടുവരാനാകും. ഏതായാലും 6 മന്ത്രിമാർ ഒരു CPM എന്ന് പറയുന്ന പാർട്ടിയിൽ തോൽക്കുന്നു എന്നുണ്ടെങ്കിൽ തോൽക്കാൻ സാധ്യതയുണ്ട്, അല്ലെങ്കിൽ അത്തരത്തിലൊരു വീഴ്ച CPM ഉണ്ടായാൽ അതൊരു വൻ വീഴ്ച തന്നെ ആയിരിക്കും.